ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 17 അപ്പോൾ ഇന്ന് നമുക്ക് ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ്, അതായത് തലേദിവസം നിങ്ങൾ ഓയിൽ ആപ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യാത്തവർ ഇന്ന് രാവിലെ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇന്നത്തെ ഹെയർ പാക്കിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു നിങ്ങളൊരു അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് എടുക്കണമെങ്കിൽ ഒരു 3 വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി എടുത്താൽ മതിയാവും കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 5 ഇരുന്നോട്ടെ കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. വെളുത്തുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അതൊന്ന് ജസ്റ്റ് കല്ലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഇതിൽ വെളുത്തുള്ളി മാത്രമല്ല കേട്ടോ ആഡ് ചെയ്യുന്നത്, ഇഞ്ചിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവ രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഇവ രണ്ടും കൂടി ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജ്യൂസായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഒനിയൻ പോലെ തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു ജിഞ്ചറും ഗാർലിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും നമ്മുടെ മുടിക്ക് ഏറ്റവും സൂപ്പർബാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോക്കനട്ട് ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ എടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ചെറു ചൂടോടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ഏറ്റവും സൂപ്പർബാണ് കേട്ടോ. അതായത് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് നൽകുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിതിൽ ജിഞ്ചറും ഗാർലിക്കിൻ്റെയും കൂടി നീരും കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് എക്സ്ട്രാ കുറച്ചും കൂടി ബെനിഫിഷ്യലാണ് കേട്ടോ. ജിഞ്ചറും ഗാർലിക്കും നമ്മുടെ മുടി വളർച്ചയിൽ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇവ രണ്ടും നമ്മുടെ സ്കാൽപ്പിലെ ഇഷ്യൂസൊക്കെ കറക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ അടഞ്ഞു പോയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ ഓപ്പൺ ആക്കാനും, നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഡാൻഡ്രഫ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും, നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലിയർ ആക്കി വെക്കാൻ, നന്നായിട്ട് സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇവ രണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലിയർ ആകുന്തോറും നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഉള്ളിൽ നിന്ന് നന്നായിട്ട് പുതിയ മുടികൾ കിളിർത്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഫോള് ഓട്ടോമാറ്റിക്കലി നിൽക്കും കേട്ടോ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇച്ചിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഓയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ആഡ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതൊരു 30 മിനിറ്റ്സ് വെച്ചേക്കുക. അതിനുശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഇതിന് നല്ലോണം സ്മെല്ലുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തേക്കും. അപ്പം നാളത്തെ ദിവസം നമുക്ക് പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക. പിന്നെ ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ടാറ്റാ.